രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്. വിനീത് നല്ല നല്ല അഴിഞ്ഞാടി പെർഫോം ചെയ്യുന്നുണ്ട്. മോനേട്ടൻ വളരെ കൈയടക്കത്തോട് കൂടി ഒരു സാധനം ഹാൻഡിൽ ചെയ്തു. രസമുണ്ട്. ഒരു ലളിതമായ കുസൃതി പടം. വിനീത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കയ്യിൽ നിന്ന് പോകാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായി തോന്നുന്നു. ആ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. നല്ല ഫൺ, വെരി എന്റർടൈനിങ്, നല്ല സിനിമ. ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം അടിപൊളി. ഞാൻ ചെയ്തതായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. സോ പ്ലീസ് ഡു വാച്ച്. ഇറ്റ്സ് ഗോയിങ് ടു ബി മധു കം ഹിയർ. അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഡയറക്റ്റ് സൂപ്പറായിരുന്നു. എൻ്റെ സീൻസ് എല്ലാം വിനീതാൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. നല്ലായിരുന്നു. ലൈക്ക് ഐ എം സോ ഹാപ്പി. ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി പൊറാട്ട നാടകമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് മൂവി. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. സൊസൈറ്റിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം സ്ത്രീ വിരുദ്ധത എന്നുള്ളൊരു സാധനം വരുമെങ്കിലും അതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അത് വളരെ ക്ലിയറായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? ഓ അത് ശരി. അതെ കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഇതാണ്, പടമാണ്. സൊസൈറ്റിയിൽ ഇത് ഇപ്പം നിലനിൽക്കുന്ന പല പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡെപ്തിൽ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് ചിരിച്ച്. വിനീത് ഭയങ്കര രസത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. വെരി പ്രൗഡ് ഓഫ് അതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അതെ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പം റിവ്യൂസിലും ഒക്കെ കണ്ട് ഉള്ള ഒരു കാര്യമേ അല്ല. ആക്ച്വലി ലാസ്റ്റ് ഒരുപാട് റിവീൽ ആവുന്നുണ്ട് ഫിലിമിനെ പറ്റിയിട്ട്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വിനീതും മോൻചേട്ടനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ പേഴ്സണലി നമ്മളിപ്പോൾ ഈയിടെയായിട്ട് കുറേ ത്രില്ലറും എല്ലാം കണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കോമഡി സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ബേസിക്കലി നമ്മളിപ്പോൾ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ലൈക്ക് സിനിമ കാണാൻ വന്ന ആൾക്കാർ മൂവി എൻജോയ് ചെയ്യുന്നുണ്ട് മാക്സിമം. അത് കാണുമ്പോൾ തന്നെ സന്തോഷം. സത്യം പറഞ്ഞാൽ വിനീതൻ്റെ തന്നെ ഒരു വിളയാട്ടം തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഓക്കെ, അത് നമുക്ക് അത് തന്നെയാണ്. പിന്നെ കുറേ നാളത്തിന് ശേഷം വിനീതേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറാണ്. ശരിക്കും നമ്മൾ മൂവി ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ലൈക്ക് വളരെ എൻജോയ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ മൂവി കണ്ട പോലെ തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് നടന്നുണ്ട്. ഓഫ് കോഴ്സ് ലൈക്ക് നമുക്കറിയാം പെണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സബ്ജക്റ്റ് ആദ്യം കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് ഒന്നാമത് ഈ പ്രശ്നം നടക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് ഒരു കോമഡി രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. പിന്നെ രാകേഷ് ഏട്ടൻ, മോഹൻ ഞാൻ മാമൻ എന്ന് വിളിക്കാം, മോഹൻ സാർ, വിനീതേട്ടൻ, ഇവരെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇവരായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് വി ആർ ലൈക്ക് എ ഫാമിലി ടുഗദർ. ഷൂട്ടിംഗ് വാസ് ലൈക്ക് ഫൺ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോടൊപ്പം ഏതൊരു ഫിലിം മേക്കറും ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ക്രൗഡിനോട് ഇരുന്ന് കാണാമെന്നാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായില്ല, ഒരുമിച്ച് ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല, ഇന്നാണ് കണ്ടത്. അപ്പം ഒരുപാട് സ്ഥലത്ത് ചിരിച്ചു. അവസാനമാകുമ്പം ഒരു ഫീൽ കിട്ടി. സോ ഹാപ്പിയാണ്. വെയിറ്റിംഗ് ഫോർ ഓഡിയൻസ്. നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ട് അത് പിന്നെ നമ്മൾ ചിരിക്കുമായിരിക്കും, നമ്മൾ എഴുതുമ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ചിരിക്കും. എൻ്റെ കോറായിട്ടുണ്ട് സരേഷ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ചിരിച്ചിട്ടാണ് എഴുതുക, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ ഇതെല്ലാം എവിടെ അവസാനിക്കുമെന്ന് വെച്ചാൽ തിയേറ്ററിൽ. ആ തിയേറ്ററിൽ ജനങ്ങളുടെ സപ്പോർട്ടില്ല, ജനങ്ങൾ ചിരിച്ചില്ല എങ്കിൽ അത് മുമ്പിലുള്ള ഒന്നും കാര്യമില്ല. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങൾ ചിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തത് വർക്കായി എന്നുള്ള